അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ പൊതുപരീക്ഷയുടെ ഫിഖിഹിൻ്റെ ചോദ്യപേപ്പറാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശരി അടയാളപ്പെടുത്താം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സകാത്ത് വാജിബാകാൻ കൊല്ലം തികയേണ്ടതില്ല. സകാത്ത് വാജിബാകാൻ കൊല്ലം തികയേണ്ടതില്ല. ഇവിടെ ശരിയായ ആൻസറിൻ്റെ നേരെ ശരി അടയാളപ്പെടുത്തിയാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. കാരക്കയിൽ നിന്നും കൊടുത്തിട്ടുണ്ട്, പശുവിൽ നിന്നും കൊടുത്തിട്ടുണ്ട്, വെള്ളിയിൽ നിന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശരിയായ ആൻസർ ഏതാണ്? കാരക്കയിൽ എന്നാണ്. ഇനി രണ്ടാമത്തേത് നോക്കാം. കാരണമില്ലാതെ ഫിത്ർ സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിക്കൽ. കാരണമില്ലാതെ ഫിത്ർ സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിക്കൽ ഏതാണ്? ഹറാമൊന്നും കൊടുത്തിട്ടുണ്ട്, കറാഹത്തൊന്നും കൊടുത്തിട്ടുണ്ട്, സുന്നത്തൊന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ശരിയായ ഉത്തരം? കറാഹത്താണ് അവിടെ ശരിയായ ഉത്തരം. ഇനി മൂന്നാമത്തത് നോമ്പിൻ്റെ ഫർളുകൾ. നോമ്പിൻ്റെ ഫർളുകൾ 3, 4, 2. അപ്പോൾ ഏതാണ്? 2ആണ്. നോമ്പിൻ്റെ ഫർളുകൾ 2ആണ്. ഇനി നാലാമത്തത് കസ്റാക്കാവുന്ന യാത്രയിൽ നോമ്പ് മുറിക്കൽ. കസ്റാക്കാവുന്ന യാത്രയിൽ നോമ്പ് മുറിക്കൽ ജായിസ്, ഹറാമ്, സുന്നത്ത്. ഏതാണ് അവിടെ ശരിയായ ഉത്തരം? ജായിസ് ആണ്. ഇനി അഞ്ചാമത്തത് ഷക്കിൻ്റെ ദിവസം നോമ്പ് നോൽക്കൽ. ഷക്കിൻ്റെ ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്ത്, വാജിബ്, ഹറാമ്. അപ്പോൾ അവിടെ ഏതാണ്? ഹറാമാണ് കേട്ടോ. ഇനി രണ്ടാമത്തത് നമുക്ക് യോജിപ്പിക്കാം. നമുക്ക് യോജിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പം ബ്രാക്കറ്റിലുള്ള ഇത് വായിച്ചു നോക്കാം. നജസാകുന്നു, സുന്നത്ത്, തോഹിറാണ്, തൊഹാറത്ത്, 4 കറാഹത്താണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങൾ ഉയർത്തലാണ്. അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങൾ ഉയർത്തലാണ്. എന്താണ്? തൊഹാറത്താണ്. എന്താണ്? തൊഹാറത്ത്. 2, റമദാനിലെ എല്ലാ രാവുകളിലും കുളിക്കൽ. റമദാനിലെ എല്ലാ രാവുകളിലും കുളിക്കൽ ഉത്തരം എന്താണ്? സുന്നത്താണ്. എന്താണ്? സുന്നത്താണ്. 3, തയമ്മുമിൻ്റെ ഷർത്തുകൾ. തയമ്മുമിൻ്റെ ഷർത്തുകൾ 4 ഏതാണ്? 4. ഇനി 4, മൃഗങ്ങൾ തേട്ടി അരച്ചത്. മൃഗങ്ങൾ തേട്ടി അരച്ചത് എന്താണ്? നജസാക്കുന്നു. എന്താണ്? നജസാക്കുന്നു. ഇനി 5, ശവത്തിൻ്റെ തോലുരച്ച മുട്ട. ശവത്തിൻ്റെ തോലുരച്ച മുട്ട എന്താണ്? തോഹിറാണ്. എന്താണ്? തോഹിറാണ്. ഇനി മൂന്നാമത്തത് ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തത് ക്വസ്റ്റ്യൻ നോക്കാം. മുഹഫഫായ നജസ് ഏതാക്കുന്നു? മുഹഫഫായ നജസ് ഏതാക്കുന്നു? ഉത്തരം 2 വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം. ഏതാണ്? 2 വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം. ഇനി 2, സ്ത്രീക്ക് സ്വന്തമായി ഫർളായ ഹജ്ജിന് പോകാം എപ്പോൾ? സ്ത്രീക്ക് സ്വന്തമായി ഫർളായ ഹജ്ജിന് പോകാം എപ്പോൾ? ഉത്തരം എന്താണ്? സുരക്ഷിതത്വം ഉറപ്പാണെങ്കിൽ വിശ്വസ്തയായ സ്ത്രീയുടെ കൂടെ ഫർളായ ഹജ്ജിന് പോകാം. എന്താണ്? സുരക്ഷിതത്വം ഉറപ്പാണെങ്കിൽ വിശ്വസ്തയായ സ്ത്രീയുടെ കൂടെ പോകാം. ഇനി 3, ഖിറാൻ എന്നാൽ എന്ത്? ഖിറാൻ എന്നാൽ എന്താണ്? ഹജ്ജിനും ഉംറക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്ത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുക. എന്താണ്? ഹജ്ജിനും ഉംറക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്ത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുക. ഇനി 4, യലംലം ആരുടെ മീക്കാത്താകുന്നു? യലംലം ആരുടെ മീക്കാത്താകുന്നു? ഉത്തരം യമൻ ഭാഗത്തു കൂടി വരുന്നവരുടെ. എന്താണ്? യമൻ ഭാഗത്തു കൂടി വരുന്നവരുടെ. ഇനി 5, തവാഫിൻ്റെ ഷർത്തുകൾ എത്ര? തവാഫിൻ്റെ ഷർത്തുകൾ 8ആണ്. ഏതാണ്? 8ആണ്. 6, ജനാപത്ത് എന്നാൽ എന്ത്? ജനാപത്ത് എന്നാൽ എന്താണ്? ഉത്തരം സംയോഗം കൊണ്ടോ മനിയു പുറപ്പെടൽ കൊണ്ടോ പുറപ്പെടുന്ന അശുദ്ധിയാണ് ജനാപത്ത്. എന്താണ്? സംയോഗം കൊണ്ടോ മണിയു പുറപ്പെടൽ കൊണ്ടോ പുറപ്പെടുന്ന അശുദ്ധിയാണ് ജനാപത്ത്. 7, നോട്ടിൻ്റെ സക്കാത്തിൻ്റെ നിസാബ് എത്ര? നോട്ടിൻ്റെ സക്കാത്തിൻ്റെ നിസാബ് എത്ര? സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ വില. എന്താണ്? സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ വില. ഇനി 4, വ്യക്തമാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സലാം പറയുന്ന രൂപം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സലാം പറയുന്ന രൂപം എങ്ങനെയാണ് സലാം പറയലേ? ഉത്തരം അസ്സലാമു അലൈക യാ ഖലീഫത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജസാക്കല്ലാഹു അൻ ഉമ്മത്തി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറൻ. എങ്ങനെയാണ്? അസ്സലാമു അലൈക യാ ഖലീഫത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജസാക്കല്ലാഹു അൻ ഉമ്മത്തിൻ സയ്യിദിന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറൻ. ഇനി 2, ജിമാ കൊണ്ട് ഹജ്ജ് ഫസാദാക്കിയവന് വാജിബായ കാര്യങ്ങൾ. എന്താണ്? ജിമാ കൊണ്ട് ഹജ്ജ് ഫസാദാക്കിയവന് വാജിബായ കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ഉത്തരം? എന്താണ്? ഹജ്ജ് പൂർത്തിയാക്കലും അടുത്ത വർഷം തന്നെ ഹജ്ജ് ചെയ്യലും കഫാറത്തും. ഹജ്ജ് പൂർത്തിയാക്കലും അടുത്ത വർഷം തന്നെ ഹജ്ജ് ചെയ്യലും കഫാറത്തും. ഇനി മൂന്നാമത്തേത് നോക്കാം. മിനായിൽ രാപ്പാർക്കപ്പെടുന്ന സമയം. എപ്പോഴാണ് മിനായിൽ രാപ്പാർക്കല്? അയ്യാമു തശ്രീഖിൻ്റെ രാവുകളിൽ. എന്താണ്?
അയ്യാമു തശ്രീഖിൻ്റെ രാവുകളിൽ. ഇനി 4 നോമ്പ് വാജിബുള്ളവർ. അപ്പോൾ ഉത്തരം എന്താണ്? നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവുള്ള മുക്കല്ലഫായ എല്ലാ മുസ്ലിമിനും നോമ്പ് വാജിബാണ്. എന്താണ്? നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവുള്ള മുക്കല്ലഫായ എല്ലാ മുസ്ലിമിനും നോമ്പ് വാജിബാണ്. ഇനി 5 സക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ. ഉത്തരം എന്താണ്? 1 മുസ്ലിം ആയിരിക്കുക, 2 സ്വതന്ത്രനായിരിക്കൽ, 3 ഹാഷിം മുത്തലിബ് കുടുംബത്തിൽ പെടാത്തവനായിരിക്കൽ. ഏതൊക്കെയാണ്? മുസ്ലിം ആയിരിക്കുക, സ്വതന്ത്രനായിരിക്കുക, ഹാഷിം മുത്തലിബ് കുടുംബത്തിൽ പെടാത്തവനായിരിക്കുക. ഇനി 6 10-ൽ 1 സക്കാത്ത് കൊടുക്കേണ്ടവ. അപ്പോൾ ഏതാണ്? ധാന്യങ്ങളിൽ കാരക്ക, മുന്തിരി എന്നിവയിൽ. ഏതാണ്? ധാന്യങ്ങളിൽ കാരക്ക, മുന്തിരി എന്നിവയിൽ. ഇനി 5-മത്തത് വിധി എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തഴമ്മുമിൽ രണ്ടാമത്തെ അടിയിൽ മോതിരം ഊരൽ. തഴമ്മുമിൻ്റെ രണ്ടാമത്തെ അടിയിൽ മോതിരം ഊരൽ നിർബന്ധമാണ് കേട്ടോ. ഇനി 2-മത്തെ, കാരണമില്ലാതെ ഫിത്ർ സക്കാത്ത് പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ ഹറാമാണ്. എന്താണ്? ഹറാമാണ്. 3 ഉസറില്ലാത്ത ഖളാ ആയ നോമ്പ് ഉടനെ ഖളാവ് വീട്ടൽ. ഉസറില്ലാതെ ഖളാ ആയ നോമ്പ് ഉടനെ ഖളാവ് വീട്ടൽ വാജിബാണ്. ഉത്തരം എന്താണ്? വാജിബാണ്. ഇനി 4 സ്ത്രീ മുടി കളയൽ കറാഹത്താണ്. ഇനി 5 മീക്കാത്തിന് അപ്പുറമുള്ളവർ മീക്കാത്തിൽ എത്തും മുമ്പ് ഇഹ്റാം ചെയ്യൽ ജായിസാണ്. എന്താണ്? ജായിസാണ്. ഇനി 6-മത്തത് സാരം എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ 1-മത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലൈസ അലൻ നിസായി ഹൽക്കും ഇന്നമ അലൻ നിസായി തഖ്സീർ. അപ്പോൾ അവിടെ എന്താണ് ആശയം വരുന്നത്? ഉത്തരം സ്ത്രീകൾക്ക് മുടി മുഴുവൻ കളയൽ നിർബന്ധമില്ല, എങ്കിലും മുടി ചുരുക്കലാണ് അവർക്ക് നിർബന്ധം. ഉത്തരം എന്താണ്? സ്ത്രീകൾക്ക് മുടി മുഴുവൻ കളയൽ നിർബന്ധമില്ല, എങ്കിലും മുടി ചുരുക്കലാണ് അവർക്ക് നിർബന്ധം. 2 അഹബു ഇബാദി ഇലയ്യ അജ് അലഹും ഫിത്ര. അവിടെ എന്താണ് ഉത്തരം വരുന്നത്? എൻ്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ നോമ്പുതുറ പെട്ടെന്നാക്കുന്നവരാണ്. ഇനി 3 മൻ ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനി. അവിടെ എന്താണ് അർത്ഥം? ഒരാൾ ഹജ്ജ് ചെയ്യുകയും എന്നെ സന്ദർശിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ എന്നോട് പിണങ്ങിയവനാണ്. എന്താണ്? ഒരാൾ ഹജ്ജ് ചെയ്യുകയും എന്നെ സന്ദർശിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ എന്നോട് പിണങ്ങിയവനാണ്. അപ്പോൾ ഇതുവരെയുള്ളൂ ഇന്നത്തെ ക്ലാസ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചു മുന്നേറണേ.